അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്വാബ് സുലാസിയിൽ മസീദി ഫിഹി, സുലാസി മസീദി ഫിഹിയുടെ ബാബുകൾ, ഇതാണ് ഇവിടുത്തെ ചർച്ച. അമ്മ സുലാസിയുൽ മസീദി ഫിഹി, അപ്പോൾ സുലാസി മസീദി ഫിഹി ഫഇസ്ന അഷറ ബാബൻ, അത് 12 ബാബുകളാണ്. 12 ബാബാണ് എന്നർത്ഥം, അഥവാ 12 വസ്നുകളായിട്ട് ഇതിൽ വരും. അല ഫഅല പോലെ 12 ഇനങ്ങളുണ്ട്. ഫഹുവ സലാസത്തു അഖ്സാമിൻ, ഈ 12 ബാബുകളെ നമുക്ക് 3 ഇനങ്ങളായി തിരിക്കാം. സലാസത്തു അഖ്സാമിൻ 3 ഓഹരികളാണ്. അൽ ഖിസ്മുൽ അവ്വൽ, ഒന്നാമത്തെ ഖിസ്മ്, മാകാന മാലിഹി അല അർബഅത്തി അഹ്റുഫിൻ, അതിൽ മാലി 4 അക്ഷരമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. സുലാസി മസീദി ഫീഹി എന്ന് പറയുമ്പോൾ സുലാസി മുജറദിലേക്ക് സായിദ വന്നതാണ്, അഥവാ ഒരക്ഷരം മാത്രമാണ് സായിദയുള്ളത് എന്ന് അതാ പറയുന്നു. വഹുവ, ഈ 4 അക്ഷരം മാദിയാതെന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ്, യക്കൂനു സായിദ് ഫീഹി, അതിലുള്ള സായിദ ആയിരിക്കും ഹർഫൻ വാഹിദൻ, ഒറ്റ ഹർഫായിരിക്കും. അപ്പോൾ 3 അക്ഷരം അസ്ലിയും ഒരക്ഷരം സായിദയുള്ളതാണ് ഒന്നാമത്തെ ഇനം. വലഹു സലാസത്തു ഔസാനിൻ, ആ ഒന്നാമത്തെ ഇനത്തിൽ 3 വസ്നുകളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇനം മൂന്നാമത്തെ ഇനം നമുക്ക് ഇവിടുന്ന് ഊഹിക്കാൻ പറ്റൂലേ. രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ അതിൽ 5 അക്ഷരമാണ്, 2 അക്ഷരമാണ് സായിദ ഉണ്ടാവുക. മൂന്നാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ അതിൽ 6 അക്ഷരമാണ്, അതിൽ 3 അക്ഷരമായിരിക്കും സായിദയായിട്ടുണ്ടാവുക. ഓരോ ഇനത്തിലും എത്ര വസ്നുകളാണ് എന്ന് നോക്കുകയും അങ്ങനെ ടോട്ടൽ 12 വസ്നുമായിരിക്കും ഉണ്ടാവുക. നമുക്ക് അതൊന്ന് സർഫാക്കി നോക്കാം. അൽ വസ്നുൽ അവൽ, ഒന്നാമത്തേത് ഒരക്ഷരം സായിദുള്ളത് അഫ് അലയാണ്. ബി സിയാദത്തിൽ ഹംസത്തി ഫി അവലിഹി, അതിൻ്റെ ആദ്യത്തിൽ ഒരു ഹംസയെ സായിദയാക്കി. അപ്പോൾ ഇതിലെ അസ്ലിയായ അക്ഷരം ആദ്യത്തേതല്ല, ശേഷമുള്ള 3 യുഖാൽ ലഹു, ഇതിന് പേര് പറയപ്പെടും ബാബുൽ ഇഫ് ആൽ, അഥവാ ഓരോന്നിനൊരു പേരിടുമല്ലോ. ഈ ഒരു വസ്നിന് ഇഫ് ആൽ ബാബ് എന്നാണ് പറയുക. ഈ ബാബിന് പേരിടൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബാബിന് പേരിടൽ മസ്ദറിൻ്റെ പേര് കൊണ്ടാണ്. അക്രമയാണ് ഇക്രാം ബാബ്, ഫഅലയാണെങ്കിൽ തഫ്ഈൽ ബാബ്, അങ്ങനെ ഇസ്തഫഅലയാണെങ്കിൽ ഇസ്തിഫ്ആൽ ബാബ് എന്നായിരിക്കും. അപ്പോൾ ആ ഫീലിൻ്റെ മസ്ദർ കൊണ്ടാണ് പേരിടുക, അങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബാബിൻ്റെ പേരെന്താണ്? അക്രമ അഫ്ആല യുഫ്ഇലു ഇഫ്ആൽ എന്നായതുകൊണ്ട് ഇഫ്ആൽ ബാബ്. നഹുൽ ഇക്രാം, ഇക്രാം എന്ന് വായിക്കും പോലെ. ഉദാഹരണം തസ്രീഫുഹു, ഇതിൻ്റെ സർഫാക്കലാകുന്നത് അക്രമ യുക്രിമു പോലെയാണ്, അക്രമ യുക്രിമുമാണ് എന്നർത്ഥം. അക്രമ യുക്രിമു ഇക്രാമൻ ഫഹു മുക്രിമുൻ, ഉക്രിമ യുക്രമു ഇക്രാമൻ ഫഹു മുക്രമുൻ. അൽ അമ്രു മിൻഹു അക്രിം ലിയുക്രിം ലിയുക്രം വന്നഹു ലാ തുക്രിം ലാ യുക്രിം ലാ യുക്രം. ഇത് നമ്മൾ മുമ്പ് ഇതിൽ നമ്മൾ സർഫാക്കുമ്പോൾ എന്തൊക്കെ വസ്നുകളാണ് കൊണ്ടുവരുന്നത്, എന്തൊക്കെ രൂപങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് മുമ്പ് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഓർത്ത് നോക്കാം. അക്രമ എന്ന് ആദ്യം ഫീല് മാദി പറഞ്ഞു, പിന്നെ യുക്രീമ അത് മഅറൂഫാണ്, പിന്നെ യുക്രീമ പറഞ്ഞു ഫീല് മുദാരി അതിലെ മഅറൂഫാണ്, പിന്നെ നമ്മൾ ഇക്രാമ എന്നുള്ള മസ്ദർ പറഞ്ഞു, പിന്നെ ഇസ്മു ഫായിൽ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചിന്തിച്ചിട്ട് പറയാൻ കഴിയണം. അതോ കാണാതെ പഠിച്ച് ചൊല്ലല്ല അക്രമ, പിന്നെ നമ്മൾ ഫീല് മുദാരി യുക്രിമു, പിന്നെ നമ്മൾ മസ്ദർ ഇക്രാമൻ, പിന്നെ ഇസ്മു ഫായിൽ മുക്രിമുൻ. ഇനി നമ്മളതിന് മജ്ഹൂലാക്കുന്നു ഉക്രിമ യുക്രമു ഇക്രാമൻ ഫഹുവ മുക്രമുൻ. അൽ അമ്രുബിനു അക്കിരിം ലിയുക്കിരിം ലിയുക്രം. അവിടെ എന്ത് പറഞ്ഞു? അക്കിരി എന്നുള്ള അമ്ര ഹാദിറാണ്, ലിയുക്കിരിം എന്നുള്ളത് അമ്ര ഗായിബാണ്, ലിയുക്രം എന്നുള്ളത് അമ്ര ഗായിബിലെ മജ്ഹൂലാണ്. നെഹി എടുക്കുമ്പോൾ ലാ തുക്കിരി എന്നുള്ളത് നെഹി ഹാദിറാണ്, ലാ യുക്കിരിം നെഹി ഗായിബാണ്, ലാ യുക്രം എന്നുള്ളത് നെഹി ഗായിബിലെ മജ്ഹൂലാണ്. ഇത് മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന ഫീലൊക്കെ നമുക്ക് സർഫാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു സംശയം, ഇപ്പോൾ ലറബ യലിരിബു എന്നാണ് നമ്മൾ മുദാരി പറഞ്ഞിരുന്നത്, ഇവിടെ അക്രമ യക്കിരിമു എന്നല്ല വരുന്നത്, അക്രമ യുക്കിരിമു എന്നാണ്. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണല്ലോ. അപ്പോൾ അതിനുത്തരം സഞ്ചാരിൽ നിന്ന് വിശദമായിട്ട് നിങ്ങൾ പഠിക്കും. 4 അക്ഷരം മാലിയുള്ള ഏത് ഫീലിൻ്റെയും മുലാരിക്ക് മുലാറയത്തിന് അക്ഷരത്തിൽ ഒമ്മായിരിക്കും നമ്മൾ സഞ്ചാനിൽ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ അജ്നാസിൽ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, അജ്നാസിൽ പറയുന്ന ബാബുകൾ അതിൻ്റെ ഹർക്കത്തനുസരിച്ച് ചൊല്ലി പഠിച്ചു വെക്കുക, അത് തറയാക്കി വെക്കുക. ഹർക്കത്ത് ഉസ്താദിൽ നിന്ന് കേട്ട് കിതാബിൽ ഹർക്കത്തിട്ടിട്ട് തന്നെ വേണം പഠിക്കാൻ. അല്ലാതെ നിങ്ങൾ തോന്നിയ ഹർക്കത്തിൽ പഠിച്ചാൽ മദ്രസയിലൊക്കെ 1-ാം ക്ലാസ്സിലേക്ക് ചില കുട്ടികൾ വരാറുണ്ട്. എങ്ങനെ വെച്ചാൽ ഉമ്മാർ അവർക്ക് ഓത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും, ഉമ്മ ഓത്ത് തെറ്റായിരിക്കും പഠിപ്പിച്ചേക്കുക. എന്നിട്ട് ആ തെറ്റ് പഠിച്ച കുട്ടിയെ ഉസ്താദിന് എന്ത് റിസ്ക് എടുത്താലും തിരുത്താൻ കഴിയാത്ത പ്രശ്നം. അങ്ങനെ ആവരുത്. നിങ്ങൾ കറക്റ്റ് ഹർക്കത്തിട്ട് ഉസ്താദ്മാർ വായിച്ചിരുന്നത് ഹർക്കത്തിട്ടിട്ട് എഴുതിയെടുത്തിട്ട് അത് ചൊല്ലി പഠിക്കണം. ഫസ്റ്റ് ടൈമിലൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ഉത്തരം നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉസ്താദ്മാർ പറഞ്ഞ് ചൊല്ലി പഠിക്കുന്നതാണ് ഒന്നും ഒരു നിലക്ക് ഉത്തമം, അതിൻ്റെ ഹർക്കത്തുകളൊക്കെ. ഓക്കെ, ഇനി ചിന്തിക്കുന്നവർക്ക് വിഷയമല്ല, ഡൗട്ടൊക്കെ ചോദിച്ചു തീർത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ കാര്യം ഓർത്ത് വെക്കുക. 4 അക്ഷരമുള്ള മാലിയുടെ മുദാരിയുടെ മുദാരത്തിൻ്റെ അക്ഷരത്തിന് മഅറൂഫ് ആവുന്ന സമയത്തും മജ്ഹൂലാവുന്ന സമയത്തും ലൊമ്മായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അക്രമയുടെ അർത്ഥം എന്താണ് എന്നതാണ്
ഫഅല എന്നത് അഫ്അലയാകുമ്പോൾ എന്തർത്ഥ മാറ്റം വരുന്നു എന്നൊരു കാര്യം നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോ വസ്നുകൾക്കും അർത്ഥമുണ്ട്. ഞാൻ ചിലതൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കാം. അവസാനം ഇതിൻ്റെ അറ്റ് ലാസ്റ്റ് ഓരോന്നിൻ്റെ ലാസിമുകൾ ഏതാണ്, മുത്തഅദ്ദികൾ ഏതാണെന്നുള്ളതും അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ച പിന്നീട് വരും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സർഫിൻ്റെ ചില കിതാബുകളിലൊക്കെ ഇതിൻ്റെ അർത്ഥങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒരർത്ഥമല്ല, ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം നമ്മൾ പറഞ്ഞത് ചൊല്ലിപ്പഠിച്ച് അതേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അതതിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്ന അർത്ഥമാണെന്ന നിലക്ക് പഠിച്ചു വെക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ അക്രമ വരുന്നത് ഒരു ലാസിമായ ഫീലിനെ മുതഅദ്ദിയാക്കാനാണ്. കറുമ ബഹുമാനിയായി, അക്രമ ബഹുമാനിച്ചു, മറ്റൊരുത്തനെ ബഹുമാനിച്ചു, അക്രമ എന്നർത്ഥം വരും. ഇനി അപ്പോൾ അതർത്ഥം കിട്ടിയതല്ലേ. ഇനി അൽ വസ്നു സാനി, രണ്ടാമത്തെ വസ്നു ഫഅലയാണ്. ബി തക്രാറിൽ ഐൻ ഫീലിനെ ആവർത്തിച്ചു. അപ്പോൾ ലറബ എന്നാണെങ്കിൽ ലറബ, ജലസ എന്നാണെങ്കിൽ ജല്ലസ. അതെങ്ങനെ കിട്ടി? ഐൻ കലിമത്തായ റായിനെ ഇരട്ടിപ്പിച്ചപ്പോൾ ലറബ, ജലസയാണെങ്കിൽ ജല്ലസ. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, എല്ലാ ഫീലിനും എല്ലാ വസ്നുകളും ഇല്ല. എല്ലാ ഫീലിനും എല്ലാ വസ്നുകളും ഇല്ല. ഓരോ ഫീലിനും ഈ നമ്മൾ പഠിക്കുന്ന വസ്നിൽ ഏതൊക്കെ വസ്നുകളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഡിക്ഷണറികളിൽ നിന്ന് നമുക്കിപ്പോൾ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡിക്ഷണറി എടുത്ത് നോക്കുക. ഉദാഹരണം ലറബയാണെങ്കിൽ ലറബ ലാതെടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ ഉണ്ട്? ലാറബുണ്ട്, ഇൽത്തറബുണ്ട്, അങ്ങനെ ഏതൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതാണ് അതിലുള്ളത്. അതല്ലാത്തൊന്നും അതിലില്ല എന്നാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ ലഭ്യമായ ചെറിയൊരു മൻഹൽ നോക്കിക്കൊണ്ട് മാത്രം എല്ലാ വസ്നവും കിട്ടിക്കൊള്ളുന്നില്ല. വലിയ ഡിക്ഷണറി അൽമാനി പോലത്തെ കാമുസ് പോലത്തെ വലിയ ഡിക്ഷണറികളൊക്കെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ വസ്തുക്കൾ മനസ്സിലാവും. ഇവർക്ക് ഇവിടുന്ന് വസ്തു കിട്ടിയുള്ള ചോദ്യം കൂടെ വരികയാണെങ്കിൽ അതിന് ഉത്തരം അറബി കവിതകളിൽ നിന്ന്, വിശുദ്ധ ഖുർആൻ്റെ ഉപയോഗത്തിൽ നിന്ന്, അതിൽ നിന്നൊക്കെയാണ്, അറബി സാഹിത്യത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫഅല എന്ന് പറയുമ്പോൾ ഐൻഫിൽ ഇരട്ടിപ്പിക്കുകയാണ്. ബി തക്റാറിൽ ഐനെ ഇരട്ടിപ്പിക്കൽ കൊണ്ട്. ഖാലഹു ബാബു തഫ്ഈൽ, തഫ്ഈൽ എന്നാണ് ഇതിൻ്റെ പേര്. നഹു തക്രീം തസ്രീഫുഹു കറമ യുക്കദ്ദിമു തക്രീമൻ ഫഹു മുകദ്ദിമൻ വകുദ്ദിമ യുകറമു തക്രീമൻ ഫഹു മുകറമൻ. അൽ അംറു മിൻ യുകദ്ദിം ലിയുകദ്ദിം ലിയുകറം അനഹ തുകദ്ദിം ലാ യുകദ്ദിം ലാ യുകറം. അപ്പോൾ ഇവിടെ ഫഅല എന്ന് പറയുമ്പോൾ അതും ലാസിമിനെ മുതഅദ്ദിയാക്കാൻ വരുന്നൊരു ഫീൽ തന്നെയാണ്. നേരത്തെ അതേ അർത്ഥം വെക്കുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു അർത്ഥമാണ് അധികമായി ചെയ്തു, ധാരാളമായി ചെയ്തു എന്ന അർത്ഥത്തിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാരാളമായി ആദരിച്ചു എന്നർത്ഥം, ധാരാളം ബഹുമാനിയായി എന്നർത്ഥമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫഅലയാണ്. ഫഅല എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഓർക്കണം, ഒന്നാം ഖിസ്മിലെ 3 വസ്നുകളാണ് നമ്മൾ എണ്ണുന്നത്. ഫഅല എന്ന് പറഞ്ഞാൽ എന്നാൽ ബിസിയാദത്തിൽ അലിഫിനെ സായിദാക്കുക. എവിടെ? ഫഅലൻ്റെ ഫാഫിലിൻ്റെയും ഐൻഫിലിൻ്റെ ഇടയിൽ അലിഫ് കൂട്ടുക. വൈഖാലഹു ബാബുൽ മുഫാഅലത്തി, മുഫാഅലത്ത് എന്ന് പറയും, മുഫാഇന്ന് വായിക്കരുത് കേട്ടോ. മുഫാഅലത്ത് അതിന് ഫതഹുണ്ട്. മുഫാഅലത്ത് ബാബ് എന്നാണ് പറയുക. ഫഅല യുഫാഇലു മുഫാഅലത്ത്. നഹുൽ മുകാറമ തസ്രീഫുഹു കാറമ യുക്കാരിമു മുകാറമത്തൻ വ കിറാമൻ ഫഹു മുകാരിമുൻ വകൂരിമ യുക്കാറമു മുകാറമത്തൻ വ കിറാമൻ ഫഹു മുകാറമുൻ. അൽ അംറു മിൻ യുകാരിം ലിയുകാരിം ലിയുകാറം വന്നഹ്യു ലാ തുകാരിം ലാ യുകാരിം ലാ യുകാറം. ഓർക്കുക, മസ്ദർ മുകാറമത്തുൻ എന്നാണ് വരിക രണ്ടിലും. മുകാറമ അവിടെ രീന്ന് വായിച്ചു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൽ ഇപ്പം എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്ന് കാണിക്കാനാണ് ഈ വസ്ന് വരിക. അപ്പോൾ കാറമ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ബഹുമാനിച്ചു എന്നർത്ഥം. അപ്പോൾ പരസ്പരം ബഹുമാനിച്ചു. ലാറബ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, അപ്പോൾ 3 വസ്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഈ 3 വസ്നും ഒന്നാം ഖിസ്മിൽ പെട്ടതാണ്. നമുക്കിനി 2ാം ഖിസ്മും 3ാം ഖിസ്മും ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത ദിവസം ചർച്ച ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.